ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ സാന്ത്വനത്തിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നേരെ വെളുത്തപ്പോൾ തന്നെ അലോക് കത്തി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് തലേ ദിവസം അനു തൻ്റെ കഴുത്തിൽ വെച്ച് തന്നെ ഭീഷണിപ്പെടുത്തിയ കത്തി അവൻ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അലമാരയിലും ഒക്കെ നോക്കും. അവസാനം തലേണയുടെ അടിയിൽ നിന്നും ഈ കത്തി കിട്ടും. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ അവൻ നിൽക്കുമ്പോഴായിരിക്കും അനു കുളിച്ചിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ടും അനുവിന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവൻ പറയും, നീ ഞെട്ടിപ്പോയിണ്ടാവില്ലേ, പക്ഷേ നീ ഞെട്ടൽ അഭിനയിക്കുന്നില്ലല്ലോ, മുഖത്ത് ധൈര്യവതിയായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അലോക് അവളുടെ കഴുത്തിലോട്ട് ആ കത്തി വയ്ക്കും. അപ്പോഴും അവൾക്ക് കൂസലൊന്നുമില്ല. അങ്ങനെ അവൾ മെല്ലെ അവൻ്റെ കൈ അങ്ങോട്ട് പിടിച്ച് ആ കത്തി അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കും. എന്നിട്ട് പറയും, ഇത് ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തൽ, നീ പിന്നെ ആണല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. അത് കേട്ടോടുകൂടി അലോകിനെ അരിച്ചു കയറും. അലോക് അവളെ ഇടിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ അവൾ ഒഴിഞ്ഞു മാറും. പിന്നെയും ശ്രമിക്കും. അപ്പോഴും അവൾ ഒഴിഞ്ഞു മാറും. പിന്നെ അവൻ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവൾ തടഞ്ഞിട്ട് അവൻ്റെ വയറിനിട്ട് ഒരൊറ്റ കുത്തു കൊടുക്കും അവളുടെ മുട്ടുകൊണ്ട്. അതോടുകൂടി അലോക് അയ്യോ എന്ന് പറഞ്ഞ് വീണ് കിടന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ ഈ സൗണ്ട് മറ്റുള്ളവർ കേൾക്കുന്നുണ്ട്. അപ്പം അലോകിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്താ അലോകിൻ്റെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ, അത് അലോക് ഇത്തിരി കുറുമ്പനല്ലേ, ആ കുറുമ്പ് കാണിച്ചതാവും എന്ന് പറയും. ഇതൊന്നല്ല എന്ന് പറയും. അപ്പോഴേക്കും മറ്റുള്ളവരും ഈ കരച്ചിൽ കേട്ടിട്ട് അലോകെ അനു വാതിൽ തുറക്കുക എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടാവും. അങ്ങനെ വാതിൽ തുറന്ന പാടെ അനു ഇങ്ങനെ അഭിനയിച്ച് നിൽക്കും. എന്നിട്ട് പറയും, എന്താ പറ്റിയത് അലോകിന്? അത് അലോകൊന്ന് കട്ടിലിൽ നിന്ന് താഴെ വീണതാ എന്ന് പറയും. അപ്പോൾ വല്യമ്മ പറയും, മനസ്സിലായി നിങ്ങൾക്ക് ഇത്തിരി കുറുമ്പൊക്കെ കൂടുതലാണെന്ന് പറയും. അപ്പോൾ അലോകിന് ദേഷ്യം വരികയാണ്. കാരണം അവൻ വേദനിച്ച് നിൽക്കുമ്പോഴാണ് ഇവരിത് റൊമാൻസാണെന്ന് തെറ്റിദ്ധരിക്കുന്നത്. അങ്ങനെ അലോക് പറയും, ശരി വല്യമ്മ, ഞാനൊന്ന് പുറത്ത് പോട്ടെ എന്ന് പറയും. എന്നിട്ട് അവൻ എല്ലാ റൂമിൽ നിന്ന് എണീറ്റ് പോകും. അപ്പോൾ അലോകിൻ്റെ അച്ഛനൊരു ചെറിയ സംശയമുണ്ട്. കാരണം അലോകിൻ്റെ ക്രൈം പാർട്ട്ണറാണല്ലോ അച്ഛൻ. അപ്പോൾ അച്ഛനൊരു ചെറിയ സംശയത്തിൽ അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അലോക് മുടന്തി പുറത്തോട്ട് പോകുമ്പോഴായിരിക്കും നമ്മുടെ ധർമ്മൻ ആ വഴി വരിക. അപ്പോൾ ധർമ്മൻ ചോദിക്കുക, എന്താണ് അലോക് നിൻ്റെ കാലിനൊക്കെ പറ്റിയത്, നീ എന്തെങ്ങനെ മുടന്തി അടക്കുന്നേ? അതൊന്നുമില്ലേ കൊച്ചച്ഛൻ എൻ്റെ മുന്നിൽ നിന്ന് മാറി. എന്നിട്ട് അലോക് ദേഷ്യം വിട്ടിട്ട് പോവും. അങ്ങനെ ധർമ്മൻ പോയിട്ട് അനുവിനെ കാണും. എന്നിട്ട് അനുവിനെ കുറേ വഴക്ക് പറയും. എന്നിട്ട് പറയും, നിന്നെ കാണുന്ന മീനും ഇത്രയും പറഞ്ഞിട്ടുണ്ട്, നീ അവരെ പോയി കാണുക എന്ന് പറയും. അതെനിക്ക് പറ്റില്ല മാമ, കാരണം എനിക്കിനി അവരെ ഫേസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അവരോട് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ധർമ്മനെ കെട്ടിപ്പിടിച്ച് കരയും. അപ്പോൾ ധർമ്മം പറയും, നീ ഇത് ഇപ്പോഴല്ല ആലോചിക്കേണ്ടത്, ഇതിനു മുൻപ് ആലോചിക്കണമായിരുന്നു. നിൻ്റെ വീട്ടിലെല്ലാവരും കരഞ്ഞു തളർന്ന് ഇരിക്കുകയാണ്, അവർക്കിനി എന്താ സംഭവിക്കുക എന്ന് പോലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ധർമ്മൻ അനുവിനെ ശാസിക്കും. അപ്പോൾ അനു അല്ലാണ്ട് കരയുന്നത് കാണുമ്പോൾ ധർമ്മം പറയും, ഇനി ഞാനൊന്നും പറയുന്നില്ല, നീ കരയണ്ട എന്ന് പറഞ്ഞ് ധർമ്മൻ ആശ്വസിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ മീനുവിനെയും ഇത്രേനെയും കാണാൻ അനു അമ്പലത്തിലോട്ട് പോവും. അപ്പോൾ അമ്പലത്തിലോട്ട് പോയപ്പോൾ അവരവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, നീ എന്ത് പണിയാണ് അനുക്കുട്ടി കാണിച്ചത്? നിനക്ക് ഈ കല്യാണത്തിന് നീ പൂർണ്ണ സമ്പത്തോട് കൂടിയിട്ടാണ് ഈ കല്യാണത്തിന് തയ്യാറായതെന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ എന്ത് സംഭവിച്ചു അതാണ് ഞങ്ങൾക്കറിയേണ്ടത്, അതറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അനു പറയും, എന്നെ അലോക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എന്നെ അലോക് ഭീഷണിപ്പെടുത്തി, പക്ഷെ അത് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടല്ല, എൻ്റെയും ജീവൻ്റെയും വിവാഹം മുടക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. എൻ്റെ അലോകിൻ്റെയും കുറേ ഇൻറ്റിമേറ്റ് ഫോട്ടോസ് AI ഉപയോഗിച്ചിട്ട് അലോക് ക്രിയേറ്റ് ചെയ്തു, അതും ജീവൻ്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പക്ഷേ അലോകിനോട് മാപ്പ് പറഞ്ഞാലേ എന്നോട് ക്ഷമിക്കുകയുള്ളെന്നും അലോക് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അലോകിനോട് മാപ്പ് പറയാൻ ഞാൻ പോയി. ആ സമയത്ത് അലോകിനെ തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും അലോകിന് എന്നെ വിവാഹം കഴിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അലോകിനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അലോകിൻ്റെ കയ്യിലുണ്ടായിരുന്ന താലിയെടുത്ത് ഞാൻ എൻ്റെ കഴുത്തിലിട്ട് അവന് തിരിച്ചൊരു പണി കൊടുത്തത്. അപ്പോൾ ഇത് കേട്ടോടുകൂടി മീനും ഇത്രയും പറയും, അല്ലില്ല, ഇത് പറ്റില്ല, ഇത് ശരിയാവില്ല, നീ ഞങ്ങളുടെ കൂടെ വരണം, നീ അവിടെ ഒട്ടും സേഫല്ല, അലോക് ലോക കള്ളനാണ്, അവന് നിന്നെ എന്തെങ്കിലും ചെയ്യും, അവൻ നിന്നെ ഉപദ്രവിക്കും, അതുകൊണ്ട് ഇത് സത്യം അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല, നീ ഞങ്ങളുടെ കൂടെ ഇപ്പം തന്നെ വീട്ടിലോട്ട് വരണം. അപ്പോൾ അനു പറയും, അത് പറ്റില്ല, ഞാൻ എൻ്റെ പ്രതികാരം തീർത്തതിന് ശേഷം തന്നെ നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു വരികയുള്ളൂ, അതിന് ശേഷമേ നമ്മുടെ വീട്ടിൽ ഇതാരും അറിയാൻ പാടുള്ളൂ. അതുപോലെ തന്നെ അനു വേറൊരു സത്യം കൂടി തുറന്നു പറയും, സുകന്യക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ നിങ്ങൾ സുകന്യ ചേച്ചിയോട് ചോദിക്കരുത്, കാരണം
ഇത് എൻ്റെ പ്രതികാരം പൂർണ്ണമായതിനു ശേഷം മാത്രമേ എൻ്റെ വീട്ടിലെല്ലാവരും ഇത് അറിയാൻ പാടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സുകന്യ ചേച്ചിയോട് യാതൊരുവിധ കാരണവശാലും ഇത് ചോദിക്കരുത് എന്ന് പറഞ്ഞ് മീനുവിനെ കൊണ്ടും മിത്രയെ കൊണ്ടും അമ്പലനടയിൽ വെച്ച് സത്യം ചെയ്യിക്കും. അപ്പോൾ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവർ ആ അമ്പലനടയിൽ നിന്ന് അനുവിന് സത്യം ചെയ്ത് കൊടുക്കുകയാണ്. അനു പറയും, എൻ്റെ പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ, അവൻ അനുഭവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇനി കൂടുതൽ അനുവിൻ്റെ പ്രതികാരവും കൂടുതൽ എപ്പിസോഡ് വിശേഷങ്ങളും അറിയുന്നതിനായി നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.